നിങ്ങളൊരു മടിയനായിട്ടുള്ള ആളാണോ? അതായത് എന്ത് കാര്യം പറഞ്ഞാലും അത് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ. എങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനൊപ്പം ഗുരുകുലത്തിൽ കഴിയുകയാണ്. ഈ ശിഷ്യൻ ഭയങ്കര മടിയനാണ്. എന്തൊരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമാണ് അയാളുടേത്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യൻ്റെ കാര്യത്തിൽ ഗുരു വല്ലാതെ ആശങ്കയിലാവുകയാണ്. അങ്ങനെ അവസാനം ഇയാളുടെ മടി മാറ്റാനായി ഗുരു ഒരു വഴി കണ്ടെത്തി. ഗുരു തൻ്റെ ശിഷ്യനെ അടുത്തോട്ട് വിളിപ്പിച്ചു. എന്നിട്ടൊരു കറുപ്പ് നിറത്തിലുള്ള കല്ല് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു സാധാരണ കല്ലല്ല, ഒരു മാന്ത്രിക കല്ലാണ്. ഇതേതെങ്കിലും ഇരുമ്പിൽ വെച്ചൊരച്ചാൽ ആ ഇരുമ്പ് സ്വർണ്ണമായിട്ട് മാറും. അങ്ങനെ എത്ര ഇരുമ്പ് വേണമെങ്കിലും നമുക്ക് സ്വർണ്ണമാക്കി മാറ്റാം. ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്, നാളെ വൈകുന്നേരമേ തിരിച്ചു വരുള്ളൂ. അതുവരെ ഈ കല്ല് നീ സൂക്ഷിക്കണം. അങ്ങനെ ആ കല്ല് ആ ശിഷ്യന് കൈമാറുന്നു. അത് കഴിഞ്ഞ് ഗുരു ഒരിക്കൽ കൂടി അവനെ ഓർമ്മിപ്പിക്കുന്നു, നാളെ വൈകുന്നേരം വരെ മാത്രമാണ് നിനക്ക് സമയമുള്ളത്. അങ്ങനെ ആ കല്ലും വാങ്ങി ശിഷ്യൻ വന്നിരുന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇത് വെച്ച് എനിക്ക് ഒരുപാട് സ്വർണ്ണം ഉണ്ടാക്കാം, എൻ്റെ മുന്നിലാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. അല്ല, എവിടുന്നാ ഇനി ഇരുമ്പ് സംഘടിപ്പിക്കുക? മാർക്കറ്റിൽ പോവാം, അതാവുമ്പോൾ ഒരുപാട് സ്ക്രാപ്പായിട്ടുള്ള ഇരുമ്പ് കിട്ടും, അതൊക്കെ തന്നെ സ്വർണ്ണമാക്കി മാറ്റുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ആലോചിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവൻ ചിന്തിച്ചു, ഇന്നിപ്പോൾ എന്തായാലും വൈകുന്നേരമായി, ഇരുട്ടാറായി, ഇനി ഇന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ പോവാം. അങ്ങനെ ഈ മടിയനായ ശിഷ്യൻ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പണക്കാരനാവുന്നതും സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാവിലെയായി. പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കൊന്ന് മയങ്ങിയാലോ എന്ന് തോന്നി. ചിന്തിച്ചപ്പോഴാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്, എന്തിനാണ് ഇത്രയും തിടുക്കം കൂട്ടുന്നത്? ഇന്ന് വൈകുന്നേരം വരെ സമയമില്ലേ, ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ പോയാൽ മതി എന്ന് തോന്നിയ ഈ മടിയനായ ശിഷ്യൻ വീണ്ടും കിടന്നുറങ്ങുകയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റിയത് ഇയാൾ എണീറ്റപ്പോഴേക്കും വൈകുന്നേരമായിരിക്കുന്നു. ഇത് കണ്ട് ആകെ വെപ്രാളപ്പെട്ട് മാർക്കറ്റിലോട്ട് ഓടാൻ വേണ്ടി ഇറങ്ങിയതും ദേ ഗുരു തിരിച്ചു വരുന്നു. ഗുരു അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു കല്ല് തിരിച്ചു വാങ്ങുകയും നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. കുറച്ച് സമയത്തേക്കെങ്കിലും ആ കല്ല് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ശിഷ്യൻ ഒരുപാട് ഗുരുവിനോട് യാചിച്ചു. എന്നാൽ ഗുരു അവനത് നൽകിയില്ല. പകരം അയാൾ പറഞ്ഞു, ഇനിയൊരു നിമിഷം പോലും നിനക്ക് ഈ കല്ല് ഞാൻ തരില്ല, അതാണ് നിനക്കുള്ള ശിക്ഷ. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിയില്ല. സമ്പന്നനായി മാറാൻ തൻ്റെ മുന്നിലുള്ളൊരവസരമാണ് താനിപ്പോൾ നഷ്ടപ്പെടുത്തിയതെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് ഒരിക്കലും അയാൾ മടി കാണിച്ചിട്ടില്ല, സമയം വെറുതെ പാഴാക്കിയിട്ടുമില്ല. ഒന്നാലോചിച്ചാൽ ഈ ശിഷ്യനെ പോലെ തന്നെയാണ് നമ്മുടെയും ജീവിതം. ചെയ്യാനുള്ള കാര്യങ്ങളെ പിന്നത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടുന്നതും നമ്മളൊന്നും ആവാതെ പോകുന്നതും ഈ മടി കാരണമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യുക. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക.